വലിയ സൃഷ്ടി വത്സമ കുഞ്ഞുങ്ങൾ ബാബുവിൻ്റെ മറ്റ് മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് എനിക്ക് വളരെ ചുരുങ്ങിയ സമയത്തിൽ പരിചയം മാത്രമായി ബാബു കുടുംബമായിട്ട് മുമ്പ് വെല്ലൂർ മെഡിക്കൽ സെൻ്ററിൽ ഗൈഡൻസ് സെൻ്ററിൻ്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ ഒരു പേഷ്യൻ്റ് ഇനി അവിടെ ഒന്നും ചെയ്യാൻ നിർത്തിയില്ല, അവരുടെ പാലിയേറ്റീവ് കെയർ മാത്രമേ ആവശ്യമുള്ളൂ, അവിടെ ഹോസ്പിറ്റലിൽ വേണ്ട ക്രമീകരിച്ചു കൊടുക്കണം. അവിടെ തന്നെ ഞാൻ അവിടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. വെല്ലൂർ തന്നെ ആംബുലൻസിലാണ് അവിടെ കൊണ്ടുവന്നത്, അവിടെ അഡ്മിറ്റാക്കി. ആ സമയം മുതൽ ഈ കുടുംബമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുവാനായിട്ട് സാധിച്ചു. എല്ലാ ദിവസവും ഞാൻ ബാബുവിൻ്റെ അടുക്കൽ പോകും, അല്പസമയം ചെലവഴിക്കും. അതുപോലെ മത്സമയം കുഞ്ഞുങ്ങളും മറ്റ് ബന്ധപ്പെട്ടവരും വളരെ അടുത്തിരുന്ന് വലിയ സ്നേഹ ശുശ്രൂഷകൾ ചെയ്തു. ഇനിയും ഒന്നും ചെയ്യാനില്ല, അധിക നാളുകൾ ഇനിയും ഈ ലോകത്തിലില്ല എന്ന ബാബുവിന് വളരെ ബോധ്യമുണ്ടായി. എന്നാൽ അതിനപ്പുറമായിട്ടുള്ള വലിയ പ്രത്യാശ സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാ ദിവസവും വലിയ പ്രത്യാശയോടെയാണ് ബാബു കഴിക്കുന്നത്. അതിവേദനയാൽ വിഷമിക്കുമ്പോൾ മറ്റ് പലതായിട്ടുള്ള പ്രയാസങ്ങൾ വരുമ്പോഴൊക്കെ അതിനപ്പുറമായിട്ട് ഈ ലോകത്തോട് മല്ലെടുക്കുമ്പോൾ അതിനപ്പുറമായിട്ടുള്ള പ്രത്യാശ സ്വാതന്ത്ര്യം ബാബുവിന്റെ മുഖത്ത് ദർശിക്കുവാൻ സാധിച്ചു. അങ്ങനെ 56-ാം വയസ്സിൽ ഈ മാരകമായ രോഗത്താലെ ലോകത്തിൽ നിന്ന് കടന്നു. ബാബുവിനെ കുറിച്ച് ഒരുപാട് കേട്ടറിവുണ്ട്. പുഷ്പേരിയിൽ ആയിരിക്കുന്ന സമയത്ത് വളരെയധികം ആളുകൾ അവിടെ കാണാനായിട്ട് വരും. ഒരു സമയത്ത് ആളുകളെ ഞങ്ങൾക്ക് നിയന്ത്രിക്കേണ്ടതായിട്ട് സമയം. അത്രമാത്രം ബന്ധുബലവും സ്നേഹത്തിലും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വിദേശത്ത് പല ആളുകളെ പലപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നു ബാബുവിനെ എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. പ്രത്യേകിച്ച് ഷാർജയുടെ വലിയ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിരുന്നു. അവിടുത്തെ ഇടപെടൽ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയായിരുന്നു ബാബു. ആത്മീയ കാര്യങ്ങളിൽ വളരെ തീഷ്ണതയോടെ. അതുപോലെ വത്സമ കൂടിരുന്ന് കണ്ട് ശുശ്രൂഷിച്ചു. കുഞ്ഞുങ്ങളും അതുപോലെ പ്രത്യേകിക്കാൻ നോക്കുന്നത്. കൊച്ചുമോളവിടെ താമസിക്കുമ്പോൾ എൻ്റെ കൂടെ മറ്റ് രോഗികളുടെ അടുത്തെല്ലാം അവരടുത്തെല്ലാം അയാൾ സാന്ത്വനം നൽകി പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രത്യേകം എനിക്ക് ഓർക്കാൻ സാധിക്കും. ബാബുവിൻ്റെ വിശ്വാസവും ദർശനവും മാത്രമല്ല, അത് വളരെ ശക്തമായിട്ട് ബാബു മനസ്സിലാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ പൈതൃകമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ആ പ്രത്യാശയുടെ എൻ്റെ മാനയാത്രയായിട്ട് നമ്മൾ ചോദിക്കുന്നതായിട്ടൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് കർത്താവ് ഇതൊക്കെ സംഭവിക്കുന്നു? പ്രത്യേകിച്ച് ക്യാൻസർ രോഗം, കിഡ്നിയുടെ അസുഖങ്ങൾ ഇതൊക്കെ വ്യാപകമായിട്ട് പഠനം വെച്ചു. വലിയൊരു സന്തോഷം. അങ്ങനെയുള്ള ആളുകൾക്ക് സാന്ത്വനം ചെയ്യുവാൻ വേണ്ടി നമ്മുടെ ഈ മദ്രാസ് തിരുമേനി കാവൽ എന്നുള്ള പ്രധാനത്തിലൂടെ എത്ര വലിയ ഒരു സ്വാതന്ത്ര്യ ശുശ്രൂഷയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മുസ്ലിമിൻ്റെ പ്രവർത്തനത്തിലാണ്. അങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങൾ ഇത് ഏറ്റവും ആവശ്യമാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം എൻ്റെ ജ്യേഷ്ഠൻ്റെ മരുമകൻ ഇതേ പ്രായം 53 വയസ്സ് ഓടി നടന്നാണ്. യാതൊരു അസുഖമില്ലായിരുന്നു. പെട്ടെന്നാണ് അസുഖം കാണുന്നത്. ഒടുവിൽ വെല്ലൂരും അമൃതാവും എല്ലായിടത്തൊക്കെ ചികിത്സിച്ചു. അവസാനം അവർ കൈവിട്ടു. പിന്നീട് ഇതുപോലെ ഞങ്ങളുടെ അവിടെ റൂമിൽ താമസിപ്പിച്ച് അന്യം വരെ താമസിപ്പിക്കുക. അങ്ങനെ ഓരോ സംഭവം. ഇപ്പോൾ ഞാൻ പത്തനംതിട്ട ഒരു ശവസംസ്കാരത്തിന് പോയിട്ട് വരില്ല. സോണി നിങ്ങൾ പത്തനംതിട്ട കാണുക. കഴിഞ്ഞ 13 മാസമായിട്ട് ഒരപകടത്തിൽപ്പെട്ട 60 ഏറ്റവും വലിയ വെല്ലൂർ വെല്ല ചികിത്സിച്ച
അവിടുന്ന് അവസാനം കഴിഞ്ഞ 13 മാസമായിട്ട് 9 മാസം ഞങ്ങളുടെ അവിടെ 3 മാസം 4 മാസം ഫെലോഷിപ്പ് ആശുപത്രിയിൽ കണ്ടു. അദ്ദേഹത്തെ കണ്ടുപോയി. 10 കാറ്റഗറി ചേർച്ചപ്പെട്ടവരെ ചെറുപ്പക്കാരൻ 46 വയസ്സ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ദിവസവും നടക്കുന്നു. ഇനി വലിയ കർത്താവെ എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടാണ് നമുക്ക് ഉത്തരം കിട്ടി. എല്ലാവരുമായിട്ട് കർത്താവിന്റെ പ്രത്യാശയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പ്രത്യേകമായിട്ട് ബാബുവിന്റെ ജീവിതത്തെ ഓർത്ത് സ്വാഗതം ചെയ്യും. ഈ ചുരുങ്ങിയ കാലത്ത് അദ്ദേഹത്തിന് ദർശിച്ചതായിട്ടുള്ള വിളങ്ങിയായിട്ടുള്ള വിശ്വാസം, ആഴമേറിയ പ്രത്യാശ, ഇതൊക്കെ ഞങ്ങൾക്ക് ശുശ്രൂഷിച്ച ഡോക്ടേഴ്സിനും നേഴ്സസിനും വലിയൊരു മാതൃകയാണ്. പല സമയം കുഞ്ഞുങ്ങൾക്കും ദൈവം ആശ്വാസം നൽകട്ടെ പ്രാർത്ഥിക്കും. ഞാൻ വീട്ടിൽ വന്നുകൊണ്ടിരുന്നു. ദൈവം തമ്പുരാൻ സമാധാനം നൽകട്ടെ. പ്രത്യേകമായിട്ട് പുഷ്പേരി പ്രസ്ഥാനത്തിലായിരിക്കുന്ന എൻ്റെ ഡയറക്ടർ ഡോക്ടർ തമ്പി, ഡോക്ടർ സൂസൻ, ഡോക്ടർ ഫിലിപ്പ്, മറ്റ് ജൂനിയർ ഡോക്ടേഴ്സ്, നഴ്സസ്, ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് എല്ലാവരും വളരെ ആദരവോടുകൂടി ഈ ബാബുവിനെ ശുശ്രൂഷിച്ചു. അദ്ദേഹത്തിൻ്റെ നന്മ കണ്ടു. ഞങ്ങളുടെ എല്ലാവരുടെയും യൂണിറ്റ് നടത്തുന്ന അനുശോചനവും ആദരവ് അർപ്പിക്കുകയും പ്രത്യേകം വത്സരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. കുടുംബാംഗങ്ങളായിരിക്കുന്ന ഷാർജ മാത്രമായിട്ട് സാം ജോർജ് കർണൽ സാം ജോർജ്